ഹലോ. ഹെൽമി ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസം കുമ്പനാട് കൺവെൻഷന് പോയ വ്ളോഗ് കണ്ടിട്ട് കുറേ പേര് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവരുടെ വീടൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങളുടെ നാട് കാണാൻ പറ്റിയല്ലോ എന്നൊക്കെ കുറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ. അതേക്കുറിച്ച് ഞാൻ പറയാം. അപ്പോ ജോസാൻ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് മേളിൽ കുറച്ച് പണി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ വിശദമായിട്ട് കാണിക്കാം. ആ ഇപ്പതാ നമ്മുടെ വീടിന്റെ മുറ്റത്തുള്ള മാവും പ്ലാവും ഒക്കെ ആയിരുന്നു കാണിച്ചത് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കടയുടെ മേളില് കുറച്ച് പണി നടക്കുന്നുണ്ട്. അതായത് മഴ പെയ്യുമ്പോൾ ചെറുതായിട്ട് വെള്ളം പിടിക്കുന്നു, ഈർപ്പം ആ പിടിക്കുന്നു. അപ്പൊ അത് പലതും ചിന്തിച്ചു, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, വീണ്ടും കോൺക്രീറ്റ് ചെയ്യണോ, വേറെ എന്തെങ്കിലും ചെയ്യണോ, പ്ലാസ്റ്റർ ചെയ്യണോ, ഇങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചു കേട്ടോ. അപ്പം ലീക്ക് ആവാതിരിക്കാൻ വാട്ടർ പ്രൂഫ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങളും പലരുമായിട്ട് ചിന്തിച്ച് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഞാൻ പലപ്പോഴായിട്ട് പോയി ആ വീഡിയോ എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അതിനേക്കാളും ഉപകാരമായിട്ട് തോന്നുന്നത് അത് ഒരുമിച്ച് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ആദ്യം കുക്കിങ്ങിന്റെ വിട്ടിട്ട് ലാസ്റ്റില് അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ ഞാൻ ഈ പാചകത്തിനിടയ്ക്ക് പല പ്രാവശ്യം മേളോട്ടും താഴോട്ടും കയറി ഇറങ്ങി നടക്കുന്നുണ്ട്. അവർക്ക് വെള്ളം കൊടുക്കാനായാലും വീഡിയോ എടുക്കാനായാലും, കാരണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. ലാസ്റ്റിൽ പോയാൽ കാര്യം നടക്കത്തില്ലല്ലോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കയറി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ പാവയ്ക്ക് മെഴുക്ക് വരട്ടാനായിട്ട് വെള്ളപ്പാവയ്ക്ക് അധികം കയ്പില്ലാത്തതാണ് കേട്ടോ. അപ്പൊ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പൊതുവെ പാവയ്ക്ക മെഴുക്ക് വരട്ടിക്ക് ഇടരുതെന്ന് പറയുന്നവരും ഉണ്ട്. ഞാൻ ഇട്ടിട്ടുണ്ട്. മുളക് പൊടി എരി അനുസരിച്ച് ചേർക്കാം. പിന്നെ ഉപ്പ്, കറിവേപ്പില. ഞാൻ ഇതിന് കുറച്ച് കായത്തിന്റെ പൊടിയും കൂടെ ചേർക്കാറുണ്ട് കേട്ടോ. ഫ്രൈ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്തവര് അങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. അപ്പോ ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറേ നേരം അടച്ചു വെച്ചിരിക്കും. അതിനകത്ത് ആ ഉപ്പും എരിയും എല്ലാം പിടിക്കാനായിട്ട്. ആ ഊറി വരുന്ന വെള്ളം ഞാൻ കളയാറില്ല കേട്ടോ. പലരും അത് പിഴിഞ്ഞ് കളഞ്ഞ ശേഷമാണ് തോരൻ വെക്കുകയോ മെഴുകു പുരട്ടുകയോ ഒക്കെ ചെയ്യുന്നത്. പല നാട്ടിലും മെഴുക്ക് പുരട്ടുക എന്ന് പറഞ്ഞാൽ അറിയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ നാട്ടിലൊക്കെ ആയിരിക്കാം അങ്ങനെ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിൽ കുഞ്ഞില് തൊട്ടേ ഞാൻ കേട്ട് ശീലിച്ചത് അതാണ് കേട്ടോ. പലരും വറവൽന്നോ ഉപ്പേരിന്നോ ഒക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത് കുറച്ചു നേരം അടച്ചു വെച്ച ശേഷം എണ്ണ ഒഴിച്ച് തിരിച്ചും മറിച്ചും ചെറു തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് സെപ്പറേറ്റ് അങ്ങനെ ഒരു വീഡിയോ ലാസ്റ്റ് ആദ്യം തൊട്ടേ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കാരണം ഇത് ഇങ്ങനെ തീയിലിട്ടിരിക്കും. അത് കുറേ നേരം ഇങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കും. ആ ചെറു തീയിൽ കിടന്ന് അതങ്ങ് മൊരിഞ്ഞ് റെഡി ആയിക്കൊള്ളും പാവയ്ക്ക. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവര് ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നോൺ സ്റ്റിക്കിന്റെ കാസ്റ്റ് അയണിന്റെ പാത്രമാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്റെ കയ്യിൽ ഉണ്ട്, പക്ഷെ എടുക്കാനുള്ള മടി കാരണമാണ് എടുക്കാത്തത്. തോരൻ വെക്കാനായിട്ട് ക്യാബേജ് ആണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ്, സവോള, കുറച്ച് കാന്താരിയും അതിനകത്ത് ഇട്ടിട്ടുണ്ട്, കറിവേപ്പിലയും ഇട്ടിട്ടുണ്ട്. എണ്ണ ഒഴിച്ച ശേഷം ഒന്ന് വഴറ്റിയെടുക്കാനാണ്. അതായത് ആ കാബേജിന്റെ വെള്ളം ഒന്ന് കളയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചില സമയത്ത് എണ്ണ ഒഴിക്കാതെ തന്നെ ഇത് പാത്രത്തിലിട്ടിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കി അതിന്റെ വെള്ളം വറ്റിയ ശേഷം എണ്ണ ഒഴിച്ച് ബാക്കി കാര്യങ്ങളും ചെയ്യാറുണ്ട്. കാബേജിനൊരു ഈർപ്പം ഉണ്ടല്ലോ, അത് പോവാനായിട്ടാണ്. ഈ വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. എണ്ണയ്ക്കകത്തിട്ട് വഴറ്റുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. കാബേജ് തോരൻ വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഇട്ട് ചെയ്യണേ. അപ്പൊ അതിന്റെ ആ ഒരു കാബേജിനൊരു സ്മെല്ലുണ്ടല്ലോ, അതങ്ങ് പോയി കിട്ടും. അപ്പൊ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ട് എനിക്ക് പലരും ഞാൻ അങ്ങനെയുള്ള വ്ളോഗ് ഇടുമ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ബെൻസി സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിക്കണേന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോ ഓരോ ബോർഡ് വരുമ്പോ ആ സ്ഥലങ്ങൾ വായിക്കുന്നതും ഇച്ചിരൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതും. കാരണം കേരളത്തിന് പുറത്തുള്ളവർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മള് അക്കരെ നിൽക്കുമ്പോ ഇക്കരെ പച്ച എന്ന് പറയുന്ന കണക്ക് പലർക്കും എന്റെ നാട്ടിലുള്ളവർക്ക് എന്റെ ബോംബെയിലെ വ്ളോഗാണ് ഇഷ്ടം. വിദേശത്തൊക്കെ ഉള്ളവർക്ക് നാട്ടിലെ വ്ളോഗാണ് ഇഷ്ടം. അപ്പം പലർക്കും പല ഇഷ്ടങ്ങളാണല്ലോ. ഞാൻ ഈ ചെയ്യുന്നതിന് ഇടയ്ക്ക് ഇതും ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. കാരണം അത് പെട്ടെന്ന് റെഡിയാവുന്ന ഒരു സംഭവമല്ലല്ലോ. ചെറുതീയിൽ കിടന്ന് ഇങ്ങനെ റെഡിയാവുന്ന സംഭവമല്ലേ. അപ്പൊ കാബേജ് എണ്ണയ്ക്കകത്ത് നന്നായിട്ട് വയണ്ടു. അതിനകത്തുനിന്ന് ആവിയൊക്കെ വന്നു തുടങ്ങി. അരപ്പിനായിട്ട് എടുത്തിരിക്കുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ജീരകത്തിന്റെ പൊടി ഉണ്ടെങ്കിൽ ചേർക്കാം. ഞാൻ ചിലപ്പോൾ ചേർക്കാറുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നല്ലതുപോലെ ഞെരടി ഒന്ന് ഇട്ട ശേഷം വീണ്ടും നമുക്ക് തട്ടിപ്പൊത്തി അടച്ചു വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. കാബേജ് തോരനൊക്കെ എളുപ്പമുള്ള തോരനുകളാണ് കേട്ടോ. അപ്പം കാബേജ് തോരൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകിച്ച് നോർത്തിലൊക്കെയാണെങ്കിൽ ഇതിനകത്ത്
ഡാലിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് അതും ഇഷ്ടമാണ്. തേങ്ങ ഇല്ലാതെ എണ്ണ ഒഴിച്ച് വഴറ്റിയാണ് അവരൊക്കെ ചെയ്യുന്നത് കേട്ടോ. നമ്മള് മലയാളികൾ എല്ലാത്തിനും തേങ്ങ ഉപയോഗിക്കുന്നു എന്നൊരു പരാതിയുണ്ട് നോർത്ത് ഇന്ത്യൻസിന്. എന്റെ കൂടെ ഉള്ളവര് ഞാൻ കൂട്ടാനൊക്കെ കൊണ്ടുപോകുമ്പോൾ പറയും, മേഡം നിനക്ക് തേങ്ങ ഇല്ലാത്ത ഒരു പരിപാടിയും ഇല്ലയോ എന്ന് ചോദിക്കും. നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം തേങ്ങ ഇല്ലാത്ത ഒരു ദിവസം പോലും കാണില്ല അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പം ആ, വീഡിയോയുടെ കാര്യം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒത്തിരി സന്തോഷം കേട്ടോ. കാരണം വ്യൂസ് കുറവാണ്, ശരിയാണ്. പക്ഷെ ആ വ്യൂസ് ഇപ്പൊ 1000 ആയാലും 2000 ആയാലും 3000 4000 5000 എത്രയായാലും ആ 5000 പേരും എന്നെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ. അതിന് ഉദാഹരണമാണ് ഞാൻ എവിടെ പോയാലും എന്നെ തിരിച്ചറിയുന്നവരും എന്നെ മനസ്സിലാകുന്നവരും മെസ്സേജ് ഇടുന്നവരും. കാരണം ഒത്തിരി വ്യൂസ് ഇല്ലെങ്കിലും കാണുന്നവർ എന്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരുന്ന് കാണുന്നവരാണ്. അത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ കാബേജ് തോരനാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോരുകറി, അതാണല്ലോ ഒരു കോമ്പിനേഷൻ. കുറെ നാളായി മോരുകറി ജോസാൻ അത്ര പ്രിയമില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ മോരുകറി അധികം ഉണ്ടാക്കാത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചില സമയത്തൊക്കെ ദിവസം കൂട്ടാറുണ്ട്. അപ്പോ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇട്ടു. ഒരബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാല് മോര് ഉടച്ചപ്പം അതിനകത്തും മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. കടു താളിച്ചപ്പോഴും മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നു. ഞാൻ ഓർത്തില്ല, ഓർക്കാതെ പറ്റിയതാണ്. അതുകൊണ്ട് തന്നെ മോരിന്റെ കളറേ ഒരു വല്ലാത്ത കളറായി പോയി. ആ മഞ്ഞളല്ലേ, ഈ സാരമില്ല, ശരീരത്തിന് നല്ലതല്ലേ എന്ന് ആശ്വസിക്കാം. ഇങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ നിങ്ങൾക്കും പറ്റാറുണ്ടോ? എനിക്ക് ഇടയ്ക്കൊക്കെ പറ്റാറുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ പല പ്രാവശ്യം മേളിൽ കയറി ഇറങ്ങി കേട്ടോ. അല്ലാത്തപ്പോഴേ ഞാൻ അങ്ങനെ പൊതുവേ മേളിൽ കയറാറേ ഇല്ല. മാസങ്ങൾക്ക് ശേഷമായിരിക്കും മേളോട്ട് കയറുന്നത് കേട്ടോ, തൂത്തുവാരാനോ അങ്ങനെ കാണോ. അല്ലാതെ ഞാൻ കയറാറേ ഇല്ല. കാരണം പണ്ടൊക്കെ തുണി വിരിക്കാൻ കയറുമായിരുന്നു. പക്ഷെ ഇപ്പം മുറ്റത്ത് നമുക്ക് ഷീറ്റ് ഇട്ടേ പിന്നെ അവിടെ അയകെട്ടി മഴയാണേലും അവിടെ തുണി വിരിക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെയും കയറാറില്ല. അപ്പൊ ഓരോന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, റെഡി ആവുന്ന ഉടനെ ഞാൻ വേറെ ഒരു പ്ലേറ്റിൽ പാത്രത്തിലോട്ട് അങ്ങ് മാറ്റും. ഉടനെ തന്നെ ആ പാത്രങ്ങൾ അങ്ങ് കഴുകി വെക്കും കേട്ടോ. അതൊരു ശീലമാണ്. അപ്പൊ ഇതിനിടയ്ക്ക് അവർക്ക് നാരങ്ങ വെള്ളം കൊടുക്കാനായിട്ട് നാരങ്ങ പിഴിഞ്ഞായിരുന്നു. ആ സമയത്ത് കറണ്ടും പോയി. അതുകൊണ്ട് ഞാൻ അങ്ങനെ വലിയതായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പം നിറച്ച് ഗ്ലാസ് നിറച്ചും എക്സ്ട്രാ ഒരു ഇതുപോലെ ജാറ് നിറച്ചുമാണ് കൊണ്ടുപോയത് കേട്ടോ. കാരണം ഈ ചൂടത്ത് നിൽക്കുമല്ലേ. അപ്പൊ ഇതാണ് സംഭവം. ആദ്യം നന്നായിട്ട് അവിടെ തൂത്ത ശേഷം പൊടിയെല്ലാം കളഞ്ഞിട്ട് അവിടെ ഒന്ന് പെയിന്റ് അടിച്ചു. പെയിന്റ് അടിച്ച ശേഷം ആ ഷീറ്റ് ഉണ്ടല്ലോ, നല്ല കട്ടിയുള്ള ഷീറ്റാണത്. ആ ഷീറ്റിനെ ഇതുപോലെ ഒട്ടിക്കും നന്നായിട്ട്. അത് ഒട്ടിച്ചാല് നമുക്കിപ്പോ ഈ കാണുന്ന രീതിയിൽ എടുത്തു നിൽക്കുന്നുണ്ടല്ലോ ഇപ്പൊ, അങ്ങനെ അല്ല. ആ തീക്കകത്ത് വെച്ച് വെച്ച് ആ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്നേ അറിയില്ല. ആ ഭിത്തിയുമായിട്ട് അങ്ങ് യോജിക്കും. കണ്ടില്ലേ? ഇപ്പൊ അത് കണ്ടാൽ പോലും മനസ്സിലാവത്തില്ല ഇങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുണ്ടെന്ന്. ആ ഷീറ്റ് എന്ന് പറയുന്നത് നല്ല കട്ടിയുള്ള ഷീറ്റാണ്. അതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ട്. വേണ്ടവർക്ക് അതിൽ നിന്നും മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല കട്ടിയുള്ളതാണ് കേട്ടോ. അത് അതിന്റെ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്ത് അവിടെ ഇട്ടിട്ട് ആ തീ കൊണ്ട് അതിനെ പ്രസ് ചെയ്ത് ആ തറയിൽ അതിനെ നന്നായിട്ട് സിമന്റ് തേച്ച് പിടിപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലാവും. അതാണ് സംഭവം. അപ്പൊ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയിൽ തന്നെ നന്നായിട്ട് ഈർപ്പം പിടിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എത്ര ഒരു 2 വർഷമല്ലേ ആയുള്ളൂ ആ ബിൽഡിംഗ് നമ്മൾ പണിഞ്ഞിട്ട്. ഇപ്പോൾ ഉള്ള എല്ലാ വീടുകളുടെയും ഒരു പ്രശ്നമാണ് ഇങ്ങനെയൊക്കെ ചെയ്താലും ഈർപ്പം പിടിക്കുന്നത്. അത് ഭിത്തിയിലാവട്ടെ മേളിലാവട്ടെ. അതിന് ആരെ കുറ്റം പറയണമെന്ന് നമുക്കറിയത്തില്ല. പണി ചെയ്യുന്നവരെ കുറ്റം പറയണോ, മെറ്റീരിയലിന്റെ പ്രോബ്ലം ആണോ എന്താണെന്നൊന്നും നമുക്കും അറിയില്ല. അപ്പം പലതും തിരക്കിയാണ് ഈ സംഭവം കൊള്ളാം, ഗ്യാരണ്ടിയും തരുന്നുണ്ട്. അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. കുറേശ്ശെ കട്ട് ചെയ്ത് ഇത്രയും ആയി. കാണുമ്പം ഇച്ചിരി ഉള്ളെങ്കിലും നല്ല പണിയുണ്ട് കേട്ടോ. അത് ആ മേള് മാത്രമല്ല, അത് മൊത്തത്തില് അതിന്റെ ഭിത്തിയും സൈഡും എല്ലാം ഉൾപ്പെടെയാണ് ചെയ്യുന്നത്. ഈ ഒരു സംഭവം നേരത്തെ തൊട്ടേ ഉണ്ടോ അതോ ഇപ്പോഴാണോ? ആണോ? ഓ, നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക. അപ്പൊ അതിന്റെ ശേഷം ലാസ്റ്റ് അതിന്റെ മേളില്
ഒരു പെയിന്റ് അടിക്കുക. നമ്മൾ ഈ വൈറ്റ് വാഷ് ഒക്കെ ചെയ്യുന്ന കണക്കെ പെയിന്റ് അടിച്ചിട്ടിരിക്കുവാന്നേ കണ്ടാൽ മനസ്സിലാവത്തുള്ളൂ. ഒരു മനുഷ്യർക്കും മനസ്സിലാവില്ല ഇങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടെന്ന്. അപ്പൊ എന്തായാലും മേളിൽ കയറിയതല്ലേ, അപ്പൊ ചുറ്റുമുള്ള റബ്ബറും എല്ലാം ഒക്കെ ഒന്ന് എടുത്തേക്കാമെന്ന് വെച്ചു. ഇതാണ് ഞങ്ങളുടെ വീടിന്റെ തൊട്ട് സൈഡിലുള്ള റബ്ബർ മരങ്ങളാണ്. മേളിൽ കയറിയാൽ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ രാത്രി ഞാനും ജോസാനോടും ഒക്കെ പണ്ട് കയറി പോവായിരുന്നു കേട്ടോ. ഒന്ന് കയറിയാൽ കുറെ നേരം അവിടെ സ്പേസ് ഉണ്ടല്ലോ, നടന്നേച്ചായിരിക്കും ഇറങ്ങി വരുന്നത്. ഇപ്പോഴാണ് സമയമില്ല, രണ്ടുപേരും രണ്ട് ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ സമയം കിട്ടാറില്ല. അങ്ങനെയാണ്. ഇത് നമ്മുടെ അടുക്കള വശത്തെ വർക്ക് ഏരിയ ഷീറ്റാണ്. ഒന്ന് തൂത്തിറക്കിയതാണ് കരിയില മൊത്തം. ഇനിയിപ്പം വീണ്ടും തൂത്തിറക്കണം. വീണ് തുടങ്ങി വീണ്ടും. ഈ പൈപ്പ് നമ്മുടെ മോട്ടർ നിറയുമ്പോ ഓവർഫ്ലോ ആവുന്ന പൈപ്പാണ് കേട്ടോ. അതല്ലാതെ കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ ഷീറ്റിനകത്ത് വീഴുമ്പോൾ ഭയങ്കര സൗണ്ടാ, ഏരിയയിലുള്ളവർക്ക് എല്ലാം കേൾക്കാം. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടിരിക്കുന്നത്. ഈ ഓമ പപ്പായ നല്ല പപ്പായയാണ്, നല്ല ദശയുള്ള വലിയ പപ്പായയാണ്. പക്ഷെ എനിക്ക് ഒരെണ്ണം പോലും കിട്ടാറില്ല. ആ തെങ്ങേ കൂടെ അണ്ണാനാണോ എലിയാണോ കേറി എന്നും രാത്രി ഒന്നും രണ്ടും വെച്ച് താഴെ കിടക്കും. ഇത് കുഴപ്പമില്ല, പക്ഷെ ഇതിനേക്കാളും നല്ല പപ്പായ മറ്റേതാണ്. പക്ഷെ ഒന്നും കിട്ടാറില്ല. കുറേ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇതൊക്കെ ഇങ്ങനെ വേസ്റ്റ് ആയി പോകുന്നത് കേട്ടോ. അപ്പൊ അതാ പെയിന്റ് അടിച്ചു തുടങ്ങി. കണ്ടില്ലേ അതിന്റെ കളറ്? കണ്ടാൽ മനസ്സിലാവത്തേ ഇല്ല. പണികൾ നല്ല രീതിയിൽ ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ജോസൻ പറയുമായിരുന്നു വാട്ടർ പ്രൂഫാണ്. കുറെ പേരെടുത്ത് ചോദിച്ചിട്ട് ആരോ ചെയ്തയാള് ചെയ്തെടുത്ത് 2-3 വർഷമായിട്ട് ഒരു കുഴപ്പവും ഇല്ല. അങ്ങനെ അറിഞ്ഞാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ ചെയ്തിട്ട് 2-3 മഴ പെയ്തു, ഇതുവരെ കുഴപ്പമില്ല. ഇനിയത്തെ അറിയില്ല. അവര് പറയുന്ന ഗ്യാരണ്ടി പറയുന്നുണ്ട് കേട്ടോ, ലീക്ക് ആവത്തില്ല എന്ന് എനിക്കും തോന്നുന്നു. കുഴപ്പമില്ല. അതിന്റെ മേളിൽ നമുക്ക് എന്ത് വേണേലും ചെയ്യാം കേട്ടോ. ഞാൻ ചോദിച്ചു, കൃഷി ചെയ്യുന്നവരും പലരും ഉണ്ടല്ലോ, അപ്പൊ അത് പ്രത്യേകം ഞാൻ ചോദിച്ചായിരുന്നു. അതിന്റെ മേളില് കൃഷി ചെയ്യാമോ? അതായത് നമുക്ക് പലരും ടെറസിൽ കൃഷി ചെയ്യാറുണ്ടല്ലോ, അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. എങ്ങനെ വേണേലും ചെയ്യാം. അതിനകത്ത് നമുക്ക് എനിക്ക് അതിന്റെ മേളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട് കേട്ടോ. അവിടെയുള്ളല്ലോ സ്പേസ്. ബാക്കി നമ്മുടെ ഈ വീടിന്റെ മേളിൽ കൂര ഇട്ടേക്കുമല്ലേ, അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ ചെയ്യാത്തതിന്റെ കാര്യം അങ്ങോട്ട് കയറാൻ നമുക്ക് ഇതില്ല കേട്ടോ, സ്റ്റെയർ ഇല്ല. അതുകൊണ്ടാണ് അത് അങ്ങനെ കിടക്കുന്നത്. ഇനിയിപ്പോ സ്റ്റെയർ ചെയ്യുവാണെങ്കിൽ അവിടെ എന്തെങ്കിലും എനിക്ക് നട്ടു വളർത്താം. അവിടെ ഉള്ളൂ ഇത്തിരി വെയിലുള്ളതെന്ന് സാരം. നല്ല വെയിലുണ്ട്, നന്നായിട്ട് എന്തെങ്കിലും പന്തലൊക്കെ ഇടാൻ പറ്റിയ നല്ല സ്ഥലമാണ്. ഇതാണ് ഷീറ്റ് കേട്ടോ. നല്ല കട്ടിയല്ലേ, ഞാൻ നേരത്തെ കാണിച്ചെന്ന് തോന്നുന്നു. ആവശ്യമനുസരിച്ച് കട്ട് ചെയ്തിട്ട് എല്ലാം കഴിഞ്ഞു. ലാസ്റ്റിലെ പെയിന്റ് അടിയാണ്. അപ്പോ ഇത് വേണ്ടവര് ഇതൊന്ന് നോക്കൂ. വീട് ചോരുന്നു, ചോർച്ചയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവര്, നമ്മുടെ മച്ചില് ഈർപ്പം പിടിക്കുന്നവര്, ഇതൊരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഫൈനൽ റിസൾട്ട് ഇതാണ്. ആ ഇടയ്ക്ക് ഷീറ്റ് ജോയിൻ ചെയ്തേക്കുന്നതാണെന്ന് തോന്നുന്നു ആ പാടങ്ങനെ കിടക്കുന്നത്. കണ്ടില്ലേ എന്ത് വൃത്തിയാണെന്ന്. അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ടോ? ആ ഭിത്തിയിലൊക്കെ ആ സൈഡിലെല്ലാം അത് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഉണ്ടെന്ന് പോലും തോന്നില്ല. അത്രയ്ക്ക് ക്ലീൻ ആണ് സംഭവം. എന്തായാലും ഇതാണ് ഇന്നത്തെ വീഡിയോ. കുറെ ദിവസമായിട്ട് ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് വിചാരിക്കുന്നു. ആദ്യം വിചാരിച്ചത് മാത്രമായിട്ട് ചെയ്യാമെന്ന്, പിന്നെ വിചാരിച്ചു വേണ്ട, ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്താമെന്ന്. ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതിയെ, റിപ്ലൈ തരാം. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.